അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ വളരെ സ്നേഹത്തോടെയും അഭിമാനത്തോടു കൂടിയും സ്വാഗതം ചെയ്യുകയാണ് ഡിബേറ്റ് വിത്ത് മധു സജിയിലേക്ക്. എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഒരു 10-15 വർഷമായിട്ടെങ്കിലും നമ്മൾ പൊതുജീവിതത്തിൽ കാണുന്ന വളരെ സന്തോഷത്തോടെ മുന്നോട്ടുള്ള യാത്രയെ കാണുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എങ്ങനെ കാണുന്നു ഈ മന്ത്രി പദവിയെ? പ്രതീക്ഷിച്ചിരുന്നോ? വളരെയേറെ അഭിമാനവും അതിലേറെ സന്തോഷവുമാണ് ഈ പദവി ലഭിക്കുന്ന സമയത്ത് എനിക്കുള്ളത്. ഇതിനെന്നെ പ്രാപ്തയാക്കിയ കോൺഗ്രസ് പാർട്ടി, എനിക്കൊരു അവസരം തന്ന കൊല്ലത്തെ പ്രിയപ്പെട്ട പ്രബുദ്ധരായ ജനത, കൊല്ലത്തെ UDFന്റെ സഹപ്രവർത്തകർ, ടീം UDF, അങ്ങനെ അതോടൊപ്പം തന്നെ ഈ ഒരു പദവിയിലേക്ക് എത്തിയപ്പോൾ കേരളത്തിലെ വനിതകൾക്കുള്ള ഒരു അംഗീകാരം കൂടിയായി ഇതിനെ വിലയിരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ നിന്ന് ഇത്തരമൊരു പദവി ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചന നൽകിയിരുന്നു. പക്ഷേ അത് വ്യക്തമായത് ഇന്നാണ്. വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ വിനയാന്യതയായി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. പാർട്ടിയും ജനങ്ങളും എന്നിലേർപ്പിച്ച ഉത്തരവാദിത്തം പുതിയുഗ കേരള പിറവിക്കായി കേരളത്തിലെ UDF മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ജനദ്രോഹ പ്രവർത്തനങ്ങളാൽ ശ്വാസം മുട്ടിയ കേരളത്തെ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അടക്കമുള്ള ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ജനക്ഷേമ പദ്ധതികൾ, ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ അടക്കം പലതും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പുനഃസ്ഥാപിക്കണം. കേരളത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി ശക്തമായ നിയമവും നീതി നിർവഹണവും നടപ്പിലാക്കും എന്നുള്ള ഉറപ്പ്, അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് കൊല്ലം നിയോജകമണ്ഡലത്തിന്റെ പൊതുവികസനത്തിനും കൊല്ലം ജില്ലയുടെ സമഗ്ര വികസനത്തിനും സംസ്ഥാനത്തിന്റെ പൊതുവികസനത്തിനുമായി പ്രതിജ്ഞാബദ്ധമായി നിലകൊള്ളുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു തിരഞ്ഞെടുപ്പാണ്. മന്ത്രി പദവിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ അധികാരമാണ്. നമുക്ക് മറ്റുള്ളവർക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനത്തിനുള്ള വഴിയൊരുങ്ങലാണ്. കാഴ്ചപ്പാട് എന്താണ്? തീർച്ചയായും നന്മയിലേക്കുള്ള പ്രയാണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. അതോടൊപ്പം നമ്മുടെ ഗവൺമെന്റ്, UDFന്റെ ഗവൺമെന്റ്, ശ്രീ VD സതീശൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ജനപക്ഷത്ത് നിന്ന് ഓരോ പദ്ധതിയും പരിപാടിയും രൂപപ്പെടുത്തുമ്പോൾ അത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്ക് എങ്ങനെ ബാധിക്കും, അവർക്ക് എങ്ങനെ പ്രയോജനപ്രദമാകും എന്ന നിലയിൽ നോക്കിക്കണ്ടുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. കേരളത്തിലെ വിദ്യാർത്ഥികളും യുവജനങ്ങളും വനിതകളും തൊഴിലാളികളും പ്രൊഫഷണൽസും അടക്കമുള്ള ജീവിതത്തിന്റെ സമസ്ത വിഭാഗം ആളുകളുടെയും നിർദ്ദേശങ്ങൾ, പൊതു താല്പര്യം മുൻനിർത്തി, ജനക്ഷേമം മുൻനിർത്തി, ജനങ്ങൾക്ക് സർക്കാരിൽ നിന്നുള്ള സേവനം കിട്ടുന്നതിന് താമസം ഒഴിവാക്കി ഏറ്റവും നല്ല രീതിയിൽ കുറ്റമറ്റൊരു സർക്കാരായി പോകണം, ആ സർക്കാരിന്റെ ഭാഗമാകണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്രോച്ചബിളായ മന്ത്രിയായിരിക്കുമോ? നമുക്കറിയാം, മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, ഒരു സംശയവുമില്ല. ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു നിമിഷം പോലും നേരെ സ്വസ്ഥമായിരിക്കാൻ കഴിയാത്ത ആളാണ്. ഇപ്പം ഞങ്ങളൊക്കെ തന്നെയാണെങ്കിൽ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ വെയിലും ചൂടും മഴയും കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് നടക്കുമ്പം ചിലപ്പോഴൊക്കെ നമുക്ക് ശാരീരികമായി ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ വീട്ടുകാരൊക്കെ ഇങ്ങനെ ക്ഷീണം, പക്ഷെ തൊട്ടടുത്ത നിമിഷം 2 പേരെ കണ്ടാൽ ക്ഷീണവും അറിയില്ല, ഒന്നും അറിയില്ല. അതാണ് ഇന്നോളമുള്ള ജീവിതം. നാളെയും അങ്ങനെ തന്നെയായിരിക്കും. ആളുകൾക്കിടയിൽ നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ശരി, വളരെയധികം നന്ദി. വലിയ തിരക്കുള്ള ദിവസമാണ് എന്നതിൽ തർക്കമില്ലാത്തതാണ്. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. നല്ല മന്ത്രിയായി കാണാൻ കഴിയട്ടെ. നിയുക്ത മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണയാണ് നമ്മളോടൊപ്പം തത്സമയം അതിഥിയായി ചേർന്നത്. ഈ മന്ത്രിസഭയിലുള്ള എല്ലാ മന്ത്രിമാരും അല്ലെ, നമ്മുടെ ആവശ്യമാണ് അവർ നല്ല മന്ത്രിമാരായി തുടരുക, അപ്രോച്ചബിളായ മന്ത്രിമാരായി തുടരുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അങ്ങനെ തന്നെ തുടരാൻ കഴിയട്ടെ. ഡിബേറ്റ് വിത്ത് മാധു സജി.